നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ വളരെ പ്രശസ്തി ആർജിച്ച നമ്മളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത ഒരു സ്ഥലവും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഒരു പ്രൊഡക്റ്റും. പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിലെ മുട്ടികുളങ്ങര എന്ന ഒരു മനോഹരമായ ദേശത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മുട്ടികുളങ്ങര എണ്ണയെക്കുറിച്ചാണ്. മുട്ടികുളങ്ങര എണ്ണ ഇതൊരു വലിയൊരു തറവാടിൻ്റെ അവരുടെ ഒരു വർഷങ്ങൾ നീണ്ട അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു രഹസ്യക്കൂട്ടാണ്. ഈ ഒരു എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഉപഭോക്താക്കൾ അവർ എന്തിനുപയോഗിക്കുന്നോ അതിന് അവരുടെ ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. മുട്ടികുളങ്ങര എണ്ണയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചരിത്ര വഴികളെക്കുറിച്ചുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചുമൊക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തി പ്രഭാകരൻ വൈദ്യർ, മുട്ടികുളങ്ങര വൈദ്യശാലയുടെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യനും കൂടിയായിട്ടുള്ള ശ്രീ മുരളീധരൻ വൈദ്യരാണ്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ മുരളീധരൻ വൈദ്യരെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. വൈദ്യർ, ആദ്യം തന്നെ മുട്ടികുളങ്ങര എണ്ണ നമ്മളുടെ മലയാളികൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്ര വഴി, ഇതിന് ഇത്രയും ഒരു ഫേമസ് ആകാൻ അല്ലെങ്കിൽ ഇതിന് ഇത്രയും ഒരു പ്രാബല്യം ജനങ്ങളിലേക്ക് എത്താനും അല്ലെങ്കിൽ ഇതിനൊരു മൂല്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും കാരണമായിട്ടുള്ള അതിൻ്റെ ഒരു കാരണവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തുടക്കവും എങ്ങനെയാണ് മുട്ടികുളങ്ങര എണ്ണ എന്ന ഈ ഒരു എണ്ണ ഇത്രയും ഒരു വിജയത്തിലേക്ക് എത്തിയത്? ഏതാണ്ട് 6 തലമുറയായിട്ട് ഉള്ള ഒരു വൈദ്യവൃത്തിയാണ് ഈ മുട്ടികുളങ്ങര എണ്ണയുടെ. ഇതിൽ ഈ 6 തലമുറ എന്ന് പറയുമ്പം ഏതാണ്ട് 300 വർഷം. 300 വർഷം മുൻപിലുള്ള ചരിത്രം എന്ന് പറയുന്നത് ഒരു മിത്താവാം, കടങ്കഥ പോലെ ഞങ്ങൾ കേൾവിയുള്ള കഥ. ഒന്ന്, കർഷകരായ പൂർവികർ വയലിൽ നിന്ന് വലിയൊരു മത്സ്യത്തെ കണ്ടെത്തിയെന്നും അതിനെ അനേകം കഷ്ണങ്ങളാക്കി അടുത്ത് കണ്ട വലിയൊരു ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നെന്നും തിരിച്ചിവിടെ എത്തിയപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ചേർന്നു നിന്നു എങ്കിൽ, കൂടി യോജിച്ചു എങ്കിൽ അതിന് അത്ഭുതാവഹമായിട്ടുള്ളൊരു ശക്തിയുണ്ട്, അസ്ഥികളാണെങ്കിലും അതിനെ കൂട്ടിയോജിപ്പിക്കാൻ എന്ന നിലയ്ക്ക് ഉപയോഗിച്ചു തുടങ്ങി എന്നുമാണ് കഥ, ചരിത്രം. പക്ഷേ ഒരു ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വെട്ടിമുറിച്ച ഒരു മത്സ്യത്തിന് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മത്സ്യത്തിന് വീണ്ടും ജീവൻ വയ്ക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കഥ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂർവികരിൽ ഒരാൾ സന്യാസവൃത്തി സ്വീകരിച്ച് കാശിയിലേക്ക് ചെന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നുവെന്നും അദ്ദേഹം ഈ കുടുംബത്തിനെ നിലനിർത്താനും കുടുംബത്തിന് പ്രശസ്തി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു ഔഷധക്കൂട്ട് ഞങ്ങളുടെ പൂർവികർക്ക് ഏൽപ്പിച്ചുവെന്നും ഒരു കഥയുണ്ട്. ഒരു പക്ഷേ അതിലും സത്യം കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. ഓക്കെ. മറ്റൊന്നുകൂടി കേട്ടിട്ടുള്ളത്, അന്ന് വനു ആയിരുന്ന ഈ പ്രദേശത്ത് കൂടെ നടന്നു പോകുന്ന ഒരു സന്യാസി വഴിപോക്കന് ഇവിടെയുള്ള ഒരു പൂർവീകൻ വിശപ്പും ദാഹവും അറിഞ്ഞ് അന്നൊരു വലിയ
ചക്കയാണ് ആഹാരമായിട്ട് കൊടുത്തതെന്നും അദ്ദേഹം അതിൽ തൃപ്തനായി ആഹാരശേഷം നിങ്ങളുടെ കുടുംബത്തിന് ഞാനൊരു ഔഷധക്കൂട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഔഷധക്കൂട്ട് പറഞ്ഞു കൊടുത്തു എന്നും ഒരു വിശ്വാസമുണ്ട്. എന്തായാലും സിദ്ധവൈദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മുട്ടിക്കുളങ്ങര എണ്ണ എന്ന് പറയുന്നത്. ഈ ഔഷധക്കൂട്ടിനെ സംബന്ധിച്ച് അതൊരു രഹസ്യമാണ് ഈ പൂർവികമായിട്ട് ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതും ഇവിടെ അസ്ഥി ഭ്രംശം വന്നവർക്ക് വന്നാൽ ഒരു 30 ദിവസത്തിനകം എല്ല് സെറ്റാവാനുള്ള രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ അലക് വെച്ച് കെട്ടിയിട്ട് എല്ല് സെറ്റാക്കലാണ് ഉള്ളത്. ആ ചികിത്സാ രീതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മുട്ടിക്കുളങ്ങര എണ്ണ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു മൂല്യം ഇതിൻ്റെ ഔഷധങ്ങളുടെ ആ ഒരു കൂട്ടമാണല്ലോ. ഇത് നിർമ്മിക്കുന്ന ഇപ്പോൾ അന്ന് താങ്കൾ പറഞ്ഞ താങ്കളുടെ പൂർവികർ ഉപയോഗിച്ചു വന്നിരുന്ന ആ ഒരു ക്വാളിറ്റി അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അന്നത്തെ ആ കാലത്തുള്ള ആ ഒരു ഔഷധ കൂട്ടുകൾ ഇപ്പോഴും ലഭ്യമാണോ? തികച്ചും ഇവിടെ കാണുന്ന പറമ്പിലും പുറം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യങ്ങളിലൂടെയാണ് ഈ ഔഷധം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ. ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഓയിൽ ഇന്ന് രാവിലെയാണ് ശേഖരിച്ച് വരിക. ഇതിന് പുറമെ സ്ഥിരമായിട്ട് നമുക്ക് ഒരു 14 തരം മരുന്നുകൾ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പേടിയുണ്ട് അടുത്ത തലമുറയാവുമ്പോഴേക്കും ഈ ഔഷധങ്ങൾക്കൊക്കെ നാശം സംഭവിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ ഇനി ഒരു ഔഷധത്തോട്ടം ഉണ്ടാക്കിയാലേ അടുത്ത തലമുറയ്ക്കും ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയൂ എന്നാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള തുടക്കം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു നമ്മളുടെ ജനങ്ങളോട് ചെയ്യുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭാവന തന്നെയായിരിക്കും. കാരണം ഈ അന്യം നിന്ന് പോകുന്ന ഈ ഒരു സസ്യങ്ങളെയൊക്കെ പരിപാലിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു വരുന്ന തലമുറയ്ക്ക് അതൊരു പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഔഷധത്തോട്ടം അല്ലെങ്കിൽ ഒരു ഉദ്യാനം നിർമ്മിക്കുക, അതിനെ പരിപാലിക്കുക, അതിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത മരുന്നുകൾ നിർമ്മിക്കുക. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യരുടെ ഇപ്പോൾ പ്രഭാകരൻ വൈദ്യർ മുട്ടികുളങ്ങര ഔഷധശാല, ഈ ഒരു വൈദ്യശാല, ഈ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ മുട്ടികുളങ്ങര എണ്ണയുടെ കൂടെ തന്നെ താങ്കളുടെ ഇപ്പോൾ മുരളീധരൻ വൈദ്യരുടെ നേതൃത്വത്തിൽ മറ്റു കുറേ പ്രൊഡക്റ്റുകൾ കൂടി നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും പറയുക? മുട്ടിക്കുളങ്ങരയെ സംബന്ധിച്ച് ഇന്ന് മുട്ടിക്കുളങ്ങര എണ്ണ തന്നെയാണ് ഏറ്റവും പ്രശസ്തിയുള്ളത്. അതെ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് നാം സാധാരണ പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള അസുഖങ്ങൾ BP, ഷുഗർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ദീർഘകാല സമയം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നടുവേദനയാവട്ടെ മുട്ടുവേദനയാവട്ടെ ഇതിനൊക്കെ വളരെ ഇഫക്റ്റീവാണ് ഈ മുട്ടിക്കുളങ്ങര എണ്ണ. എന്നാൽ പണ്ട് പോളിയോ ഉണ്ടായിരുന്ന കാലത്ത് അവർക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലുണ്ടായിരുന്നു, വാതാരി തൈലം എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ന് പ്രായമായവർക്ക് കൈകാലും മരവിപ്പുണ്ടെങ്കിൽ അത്തരം അസുഖങ്ങൾക്ക് കുറേ കൂടി ആശ്വാസപ്രദമായിട്ട് റുമാറ്റിക് ആർത്രൈറ്റിസിനൊക്കെ ഫലപ്രദമായിട്ട് ആ ഓയിൽ അതും ഇവിടെയുണ്ട്. മറ്റൊന്നുള്ളത് വീണ്ടും ഈ രോഗം ഇന്നത്തെ യുവജനങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ ആകുലതയും വ്യാകുലതയും കാണിക്കുന്നത് അവരുടെ മുടി കൊഴിയണതിനെ കുറിച്ചാണ്. ഒരു പക്ഷേ സമയത്തിന് വേണ്ട ഉറക്കം ലഭിക്കാത്തത് കൊണ്ടും ആഹാര രീതി കൊണ്ടും മറ്റും ആയിരിക്കണം ഇത്തരം രോഗങ്ങളുടെ മൂർധന്യമായിട്ട് കാണും. തൈറോയിഡ് പോലെയുള്ള കംപ്ലൈൻറ്റുള്ള കുട്ടികൾക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങളും തുടരെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടി ഫലപ്രദമായ രീതിയിൽ ഡാൻഡ്രഫിന്, താരനും മുടി കൊഴിച്ചിലിനുമായിട്ട് മുട്ടിക്കുളങ്ങര കേശതൈലം എന്നൊരു ഉൽപ്പന്നം കൂടി ഇവിടെയുണ്ട്. സാധാരണ ഷാമ്പു നമുക്ക് ലഭിക്കുന്നതിൽ വളരെയധികം കെമിക്കൽസ് ചേർന്നിട്ടുണ്ട്. ഇഥൈൽ ആൽക്കഹോള്, സോഡിയം ക്ലോറൈഡ്,
പാരബൻസ്, സൾഫേറ്റ്സ് ഒക്കെ അതിൽ കലരുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഡ്രൈ ആക്കാനും, ഈവൻ ചില വസ്തുക്കൾ, രാസവസ്തുക്കൾ ക്യാൻസറസ് ആണ്. പക്ഷെ അതിൻ്റെ അത്തരത്തിലുള്ള കെമിക്കൽസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മൃദു എന്ന പേരിലൊരു ഷാമ്പു കൂടി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മൃദു അത് നമ്മളുടെ ബ്രാൻഡാണ്. അതെ, ഓക്കെ. ഷാമ്പു ഇറക്കിയിട്ടുണ്ട്. തുടർന്നും പുതിയ ഉൽപ്പന്നങ്ങൾക്കായിട്ട്, ഉദാഹരണത്തിന് വെരിക്കോസ് വെയിന് പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക്, അതുപോലെ മുഖത്ത് കരുവാളിച്ചിട്ട് വരുന്ന രീതിയിൽ അത് അത്തരത്തിനുള്ളതിന് ഒരു ഓയിൽ, ഇതൊക്കെ നമ്മളിപ്പോൾ അതിൻ്റെ ഗവേഷണത്തിലാണ്. അതിൻ്റെ ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. അടുത്ത് തന്നെ അതിനും കൂടി നമുക്ക് ലൈസൻസും അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മൃദു എന്ന ഒരു ബ്രാൻഡ് അതിപ്പോൾ മുട്ടികുളങ്ങര പ്രഭാകരൻ വൈദ്യർസിൻ്റെ വൈദ്യശാലയുടെ കീഴിലാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ വൈദ്യർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എണ്ണയുടെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരിന്, അല്ലെങ്കിൽ ആ സൽപ്പേരിന് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും താങ്കളുടെ മറ്റു പ്രൊഡക്റ്റുകളും ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അതിൽ 100% നമുക്ക് അത് വിശ്വസിക്കാം. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പേരിന്, അല്ലെങ്കിൽ ആ ഒരു പേര് നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പ്രൊഡക്റ്റുകളും ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും വിരുന്ന് ടീമിൻ്റെ അറിയിക്കുന്നു. ഇനി ഇറങ്ങാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും തീർച്ചയായിട്ടും അത് എല്ലാ ജനങ്ങളിലേക്കും അവർക്കെല്ലാം ഒരു ആശ്വാസകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യർ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജനങ്ങൾ, അവർക്കൊക്കെ നമ്മളുടെ ഈ ഒരു എണ്ണ, അല്ലെങ്കിൽ നമ്മളുടെ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും, ഇപ്പം കേശതൈലമായാലും അല്ലെങ്കിൽ ഷാമ്പു ആയാലും മറ്റുള്ള വാദസംബന്ധമായിട്ടുള്ള അതിൻ്റെ തൈലമായാലും, അതൊക്കെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലഭ്യമാകാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയൂ. തീർച്ചയായിട്ടും കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന രീതിയിലാണ് ഇപ്പം മാർക്കറ്റിംഗ്. തീർച്ചയായും കറക്റ്റ്. അതിന് മുൻപ് നേരിട്ട് വന്ന് വാങ്ങിച്ചിട്ട് പോവില്ലായിരുന്നു. കോവിഡ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് നമ്മുടെ ഈ വേദന സംഹാരിയായിട്ടുള്ള മുട്ടിക്കുളങ്ങര എണ്ണയും മറ്റും ലഭിക്കാൻ വിഷമം വന്നപ്പോഴാണ് ഞങ്ങൾ അതിനൊരു പോംവഴി കണ്ടെത്തിയത്. ഇന്ന് ഈ മുട്ടിക്കുളങ്ങര എണ്ണ ആമസോണിലൂടെയും മീഷോയിലൂടെയും നേരിട്ട് ഓൺലൈനിലൂടെയും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കാശ്മീരിലെ ലേ എന്ന സ്ഥലത്തേക്കും ആസാമിലെ ഡിബ്രുഗഡിലേക്കും ആൻഡമാൻസിലേക്കും ആമസോണിലൂടെ നമ്മുടെ എണ്ണ എത്തിക്കാൻ കഴിഞ്ഞുവെന്നും അവിടെയുള്ള ഏതോ അജ്ഞാതരായ സഹോദരന്മാർക്ക് ഈ എണ്ണയിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു നമ്മുടെ പൂർവികരുടെ ചെയ്തൊരു പുണ്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം മുട്ടികുളങ്ങര എണ്ണ അതൊരു വലിയൊരു ബ്രാൻഡാണ്. സത്യത്തിൽ ഇത്രയും വർഷങ്ങളുടെ ആ ഒരു പഴക്കമുണ്ടെങ്കിൽ തന്നെയും അതിന് ഒരു പേരിനൊരു കളങ്കം ചാർത്താൻ നിങ്ങളുടെ ഈ ഒരു തലമുറയിൽപ്പെട്ട ആരും അതിന് ശ്രമിച്ചിട്ടില്ല. അത് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് മുട്ടികുളങ്ങര എണ്ണയുടെ നിർമ്മാണവും അതുപോലെ അത് നിർമ്മിക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഔഷധങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എണ്ണയ്ക്ക് ഒരു മാർക്കറ്റിലെ ആ ഒരു സൽപ്പേരിന് ഒരു കളങ്കം പോലും ഇതുവരെ സംഭവിക്കാത്തത്. അതുപോലെ തന്നെ മുട്ടികുളങ്ങര എണ്ണ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളിലേക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ഹെയർ ഓയിലിൻ്റെ കാര്യം, ഷാമ്പുവിൻ്റെ കാര്യം, നമുക്കതിനെക്കുറിച്ചൊന്നും കൂടെ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് സംസാരിക്കാം. അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച്, അത് ഏതൊക്കെ സമയങ്ങളിൽ ഉപയോഗിക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗക്രമം, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ അത് ഉപയോഗിക്കാം, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തികച്ചും അലോവേരയും താമരയുടെയും കോൺസെൻട്രേറ്റാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. തല കഴുകുമ്പോൾ മറ്റ് ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ, സ്കിന്ന് ഡ്രൈ ആവുക, അത്തരത്തിലില്ല. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കൊക്കെ വീണ്ടും അതിനെക്കുറിച്ച് വളരെ നല്ല ഒപ്പീനിയനാണ്, ഫീഡ്ബാക്കാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
വൈദ്യർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ എണ്ണയുടെ ആ ഒരു സെയിൽസും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണവും മാത്രമാണോ വൈദ്യരുടെ നമ്മുടെ പ്രഭാകരൻ വൈദ്യശാലയിലെ പ്രഭാകരൻ മുട്ടികുളങ്ങര വൈദ്യശാലയിൽ നടക്കുന്നത്? മറ്റുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചെറുപ്പക്കാർക്ക് വരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസിന് ബാധിച്ചിട്ടുള്ളതാണ് ഈ നടുവേദന. അതുകൊണ്ട് തന്നെ നടുവേദനയ്ക്കും മറ്റും മുട്ടുവേദന ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിലുണ്ടാണ്? ഉഴിച്ചിൽ, പിഴിച്ചിൽ, വസ്തി, ധാര, അങ്ങനെയുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള എല്ലാ ചികിത്സകളും ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടത്തുന്നത്. അത് കൃത്യമായി നമ്മളുടെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്? അതെ, കാരണം ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് ഈ ഏത് പെയിനിനും നമ്മുടെ എണ്ണയാണ്. ഓക്കെ. അതുപോലെ തന്നെ വൈദ്യർ, നമ്മളുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ നമ്മൾ മുട്ടികുളങ്ങര എന്ന ഒരു ബ്രാൻഡ് ഒരുപാട് താങ്കളുടെ ആ ഒരു കുടുംബത്തിൻ്റെ പല പേരുകളിലും ഉണ്ടെങ്കിൽ തന്നെയും പ്രഭാകരൻ വൈദ്യർ മുട്ടികുളങ്ങര വൈദ്യശാലയുടെ ഇനിയുള്ള ഒരു ലക്ഷ്യം, ഫ്യൂച്ചർ പ്ലാൻ എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാം. ഫ്യൂച്ചർ പ്ലാൻസ് തയ്യാറാക്കേണ്ട പ്രായം എൻ്റെ കഴിഞ്ഞോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ മക്കൾ രണ്ടുപേരും എൻജിനീയേഴ്സാണെങ്കിലും അവരുടെ ഭാര്യമാരൊക്കെ ആയുർവേദ ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അവരിതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പണ്ട് പൂർവികർ ചെയ്തിട്ടുള്ള ആ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ആ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളുടെ മനസ്സിൽ തൃപ്തി തരുന്നത്. ഈ ജനങ്ങൾക്ക് അസുഖം മാറുമ്പോഴുള്ള സർവീസാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ ഞാൻ ഉൾപ്പെടെയുള്ള വൈദ്യന്മാരാരും ഒഴിയണതിന് ഫീസ് വാങ്ങിക്കാറില്ല. ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ധാരാവസ്ഥി, ഒഴിച്ചിൽ, പിഴിച്ചിൽ അതിനുള്ള ചിലവ് എന്നല്ലാതെ ഞങ്ങൾക്ക് ഫീസില്ല. അപ്പം കുടുംബത്തിൽ ചെയ്തിട്ടുള്ള ആ പുണ്യം എന്ന് പറയുന്നത് ഞങ്ങൾ നേരിട്ട് ഈശ്വരൻ ഞങ്ങളൊരു നിമിത്തമാക്കണമെന്നാണ് കരുതുക. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലാൻസും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലെത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഇപ്പോൾ ഈ താങ്കളുടെ മുട്ടികുളങ്ങര എണ്ണ, അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ, അതിൻ്റെ സെയിൽസ്, മാർക്കറ്റിങ്, അതിൻ്റെ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി, മക്കളും അവരുടെ ഭാര്യമാരും. എങ്കിലും നമ്മുടെ ഓൺ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? വൈഫ് ഹൗസ് മേക്കറാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ചിട്ട് ഈ എണ്ണ കാച്ചണതിനും ബോട്ടിലിൽ നിറയ്ക്കണതിനും തൊട്ട് സെയിൽസിന് വരെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൈഫാണ്. മക്കളും ഇന്നത്തെ വിദ്യാഭ്യാസം കൂടുതലുള്ള ഒരു കുഴപ്പം കാരണം ഇവിടെ ഇല്ല. അവർ മറ്റുള്ള മേഖലകളിലേക്ക് പോയി. എങ്കിലും അവരുടെ ഭാര്യമാരെ ഈ ഒരു അതെ, അവർ തന്നെയാണ് ഇതിന് വേണ്ട എന്താ പറയുക, അതിൻ്റെ നിയമവശങ്ങളൊക്കെ അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ലൈസൻസിൻ്റെ കാര്യങ്ങളും മറ്റും ആ കുട്ടികളാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ വൈദ്യർ. കാരണം ഈ ഒരു എണ്ണ ഇനിയുള്ള തലമുറയിലേക്കും ഇത് കൈമാറി പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു എണ്ണ കൊണ്ട് അവരെന്താഗ്രഹിക്കുന്നു അതിൽ ആശ്വാസം നേടാനുള്ള ഇതുണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രഭാകരൻ വൈദ്യർ, മുട്ടികുളങ്ങര വൈദ്യശാല, അതുപോലെ തന്നെ മുരളീധരൻ വൈദ്യരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഭാവി പരിപാടികൾക്കും വരുന്ന ടീമിൻ്റെ പ്രാർത്ഥനയും ആശംസകളും അറിയിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു വിലപ്പെട്ട ഒരല്പസമയം വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി.